പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. പുളിക്കൻ ഒറ്റിയതാണോ എന്ന് ഒരു സംശയം വിക്രത്തിനുണ്ടാവുന്നുണ്ട്. ആ സംശയം മാറ്റാൻ വേണ്ടി രാജേട്ടനും ജോസഫും വിക്രവും കൂടി റോഡിൽ തടഞ്ഞു നിർത്തുന്നുണ്ട്. അവനെ ചോദ്യം ചെയ്തപ്പോഴേ വിക്രത്തിന് മനസ്സിലാവുന്നുണ്ട് പുളിക്കൻ ചതിച്ചതാണെന്ന്. പക്ഷേ പുളിക്കനാണെങ്കിൽ വിക്രത്തിൻ്റെ കണ്ണിലേക്ക് മണ്ണ് വാരിയിട്ട് രക്ഷപ്പെടുന്നുണ്ട്. പുളിക്കൻ ഉടനെ ശ്രീകാന്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, എവിടെയാണ് അവൻ ഒളിച്ച് താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം, ഇന്ന് തന്നെ കണ്ടുപിടിക്കണം. ഇതൊക്കെ വേദ ഒളിഞ്ഞിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രീകാന്താണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചതെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പുളിക്കനാണെങ്കിൽ രാജേട്ടൻ്റെയൊക്കെ പുറകെ പോയി കണ്ടുപിടിക്കുന്നുണ്ട് വിക്രം എവിടെയാണ് ഒളിച്ച് താമസിക്കുന്നതെന്ന്. ആ വിവരങ്ങളെല്ലാം ശ്രീകാന്തിനെ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ട ശ്രീകാന്ത് ഉടനെ വാസവനെ വിളിച്ച് പറയുന്നുണ്ട് ഇന്ന സ്ഥലത്ത് അവൻ ഒളിച്ചിരിപ്പുണ്ടെന്നൊക്കെ. ഇതെല്ലാം വേദ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. കേട്ടപ്പം തന്നെ വാസവൻ തോക്കും എടുത്ത് വരികയാണ് വിക്രത്തെ കൊല്ലാൻ. അപ്പം വാസവൻ്റെ ഭാര്യ പറഞ്ഞിട്ടും കേൾക്കാതെ വിക്രത്തിൻ്റെ പുറകെ വാസവൻ തോക്കുമായിട്ട് പോവുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് വേദ. ശ്രീകാന്ത് പോയതിന് ശേഷം ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട്. അപ്പം വിക്രത്തിൻ്റെ ഫോൺ ജോസഫിൻ്റെയിലും ജോസഫിൻ്റെ ഫോൺ വിക്രത്തിൻ്റെ കയ്യിലാണെന്ന് വേദയ്ക്ക് അറിയാം. അത് പുളിക്കനാണെങ്കിൽ ശ്രീകാന്തിനോട് പറയുന്നത് വേദ കേൾക്കുന്നുമുണ്ട്. ജോസഫിൻ്റെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. പക്ഷേ വിക്രം അത് എടുക്കുന്നില്ല. വിക്രത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പം ജോസഫ് വിചാരിക്കുന്ന വിക്രത്തെ വിളിക്കുകയാണല്ലോ, അപ്പം അതെൻ്റെ കയ്യിലിരിക്കുകയാണല്ലോ, അപ്പം ഞാൻ എടുക്കണ്ട എന്ന് വിചാരിച്ച് ജോസഫ് എടുക്കാതിരിക്കുന്നു. കുറേ വട്ടം വിളിക്കുമ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട് നീ എന്തായാലും എടുത്ത് നോക്കാൻ പറയണേ. അങ്ങനെ ഫോൺ എടുക്കുമ്പോൾ വേദ പറയാണ് ഇത് ജോസഫ് അല്ലേ എന്ന് ചോദിക്കണം. ആണെന്ന് പറയാണ്. അത്യാവശ്യമായിട്ടൊരു വിവരം പറയാനാണ് വിളിച്ചത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് വിക്രം ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വിക്രത്തെ അവിടെ നിന്ന് മാറ്റണം. നേരെ ചക്രപാണി സാറിൻ്റെ ഓഫീസിൽ കൊണ്ടുവരണം. അവിടെ കൊണ്ടുവന്ന ബാക്കി കാര്യം ഞാനേറ്റ്. അതെന്താ പറ്റി എന്ന് ജോസഫ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വാസവൻ്റെ ആൾക്കാർ അങ്ങോട്ട് വരും. ഇവിടെ ശ്രീയേട്ടൻ വാസവനെ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടാണ്. അതുകൊണ്ട് തന്നെ വിക്രത്തിനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് മാറ്റണം എന്ന് പറയാണ്. അവിടെ നിന്നാലും അയാൾ പിടിക്കും. അതുകൊണ്ട് നേരെ ചക്രപാണി സാറിൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ പറയാണ്. അപ്പോൾ ജോസഫ് ആണെങ്കിൽ ശരി എന്നും പറഞ്ഞ് വെച്ചിട്ട് രാജേട്ടൻ ചോദിക്കുന്നത് എന്താ കാര്യം? അത് വേദ പറയുന്നത് എത്രയും പെട്ടെന്ന് വിക്രത്തെ അവിടെ നിന്ന് മാറ്റണമെന്ന്. നേരെ അങ്ങോട്ട് വാസവൻ്റെ ആൾക്കാർ വരുന്നുണ്ടെന്ന്. രാജേട്ടൻ ചോദിക്കുന്നു വേദ എങ്ങനെ അറിയുന്നു? അത് വേദയുടെ ചേട്ടൻ ശ്രീകാന്ത് വാസവനോടൊട്ട് ഫോണിൽ സംസാരിക്കുന്നത് വേദ കേട്ടെന്നാണ് പറഞ്ഞത്. രാജേട്ടൻ പറയാണ് എന്നെങ്കിലും അത് ശരി തന്നെയായിരിക്കും. ഒരിക്കലും വേദ വിക്രത്തെ ചതിക്കത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവൻ്റെ അടുത്ത് കാര്യം അറിയിക്കണം. അവനെ വിളിച്ചിട്ടോട്ട് ഫോൺ എടുക്കുന്നുമില്ലല്ലോ എന്ന് ജോസഫ് ഫോൺ വിളിച്ചുകൊണ്ട് പറയുകയാണ്. സമയത്താണെങ്കിൽ വിക്രമാണെങ്കിൽ അവിടെ സൗണ്ട് കേട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ജീപ്പ് വരുന്നുണ്ട്. വിക്രം വിചാരിക്കണം ഇതാരാണ് ഇങ്ങോട്ട് ജീപ്പ് വരുന്നത്. നോക്കുമ്പോൾ വിക്രത്തിന് മനസ്സിലാവുന്നുണ്ട് അത് വാസവൻ്റെ ജീപ്പാണെന്ന്. അപ്പോഴത്തേക്ക് വിക്രം അവിടുന്ന് ഇറങ്ങി ഓടുവാണ്. ഓടി വന്ന് ബൈക്ക് എടുക്കുന്നുണ്ട്. ബൈക്ക് എടുക്കുമ്പോഴത്തേക്ക് വാസവൻ പുറകുണ്ട്. വാസവൻ്റെ കയ്യിൽ തോക്കുണ്ടായിട്ട് വെടിയും വെക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു ബൈക്കിൽ വന്ന് കയറുന്നുണ്ട്. ബൈക്ക് എടുത്തങ്ങ് പോവുകയാണ്. പക്ഷേ വാസവനാണെങ്കിൽ പുറകെ തന്നെയുണ്ട്. വിക്രത്തിൻ്റെ പുറകെ തന്നെ വരികയാണ്. അപ്പം അവൻ പറയാണ് ബൈക്കിൻ്റെ പുറകെ തന്നെ പോകണം, അവനെ വിടല്ലേ എന്ന് പറയാണ്. അങ്ങനെ വാസവൻ വിക്രത്തിൻ്റെ പുറകെ തന്നെയുണ്ട്. അങ്ങനെ കുറേ ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ജീപ്പ് കൊണ്ട് വിക്രത്തെ ഇടിച്ചിരുന്നുണ്ട്. വിക്രം തെറിച്ച് പുറത്തേക്ക് വീഴുന്നുണ്ട്. എന്നിട്ട് വിക്രം എണീച്ച് ഓടുകയാണ്. കുറേ ഓടിപ്പോകുമ്പോൾ വാസവനും ഇറങ്ങി പുറകെ ഓടുന്നുണ്ട്. വാസവൻ വിടുന്നില്ല വിക്രത്തെ. വിക്രത്തിന് നേരെ വെടിയും വെക്കുന്നുണ്ട്. അങ്ങനെ വിക്രം ഇറങ്ങി ഓടുന്നതിൻ്റെ ഇടയിൽ കുറേ ദൂരം ഓടുവാണ്. പുറകെ വാസവൻ ഓടി വരുന്നുണ്ട്. ഇടയ്ക്ക് വിക്രത്തെ വെടി വെക്കുന്നുണ്ട്. വിക്രത്തിൻ്റെ കാലെ ബുള്ളറ്റ് ഒന്ന് കൊള്ളുന്നുണ്ട്. ആ കാലും വെച്ചുകൊണ്ട് വിക്രം ഓടുവാണ്. വാസവനും ഉണ്ട്. ഇടയ്ക്ക് വെച്ച് കാലും കൊണ്ട് വിക്രം ഇടയ്ക്ക് കയറി ഒളിച്ചൊരിടത്ത് ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വിക്രത്തെ കാണാതായപ്പോൾ വാസവൻ എല്ലാം തപ്പി നടക്കുന്നുണ്ട്. ദൂരേക്ക് പോയെന്നും പറഞ്ഞുകൊണ്ട് വാസവൻ വിക്രത്തെ തിരക്കി അങ്ങ് പോകുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ജോസഫും രാജേട്ടനും അവരെല്ലാവരും കൂടെ വിക്രം താമസിച്ച സ്ഥലത്തെത്തുമ്പം അവിടെ കാണുന്നില്ല. അന്നേരം മനസ്സിലാവുന്നുണ്ട് വിക്രത്തെ വാസവൻ ആക്രമിക്കാൻ വന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അന്വേഷിച്ചെത്തുമ്പോൾ വിക്രത്തിൻ്റെ ബൈക്ക് കാണുന്നുണ്ട്. അപ്പോൾ ജോസഫ് അങ്ങോട്ട് ഓടി വരികയാണ്. ബൈക്കും വഴിയിൽ കിടക്കുന്ന കാണുമ്പോൾ ജോസഫിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. വിക്രത്തെ ഇടിച്ചിട്ട കാര്യം ജോസഫിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം അന്വേഷിക്കുന്നുണ്ട്. തുടങ്ങും അന്വേഷിച്ചിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ജോസഫ് വീണ്ടും അന്വേഷിച്ചു റബ്ബർ തോട്ടത്തിനുള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരിടത്ത് വിക്രം ഇങ്ങനെ വെടിയേറ്റ് ചോര വാർന്നൊലിച്ച് കിടക്കുന്നതാണ് ജോസഫ് കാണുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് ജോസഫ് ഓടി വരുന്നുണ്ട് വിക്രം എന്ന് പറഞ്ഞുകൊണ്ട്. വിക്രത്തിന് ബോധമൊക്കെ ഉണ്ട്. കാലുകൊണ്ട് ഒരു പൊടി നടക്കാനും വയ്യ, വേദന കാരണം സഹിക്കാൻ വയ്യ. അപ്പോഴത്തേക്ക് വേദയാണെങ്കിൽ അറിഞ്ഞല്ലോ വാസവനാണെങ്കിൽ വിക്രത്തെ തിരക്കി വരുന്നുണ്ടെന്ന്. ചക്രപാണി സാറിൻ്റെ ഓഫീസിലേക്ക് വരാൻ വേദയാണല്ലോ പറഞ്ഞത്. വേദയും അവിടെ എത്തുന്നുണ്ട്. അവിടെ എത്തുമ്പോഴാണ് വേദയും അറിയുന്നത് വിക്രത്തിനെ വാസവൻ വെടിവെച്ച കാര്യം. ജോസഫിൻ്റെ പുറകെ തന്നെ വേദയും അവിടേക്ക് എത്തുന്നുണ്ട്.
ചോര വാർന്നൊലിച്ച് കിടക്കുന്ന വിക്രത്തെ കാണുമ്പോൾ വേദയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വേദി ഓടി വന്ന് ജോസഫിൻ്റെ കൂടെ വിക്രത്തെ പിടിക്കുന്നുണ്ട്. അങ്ങനെ വേദയുടെ തോളിലും കൈവച്ച് ജോസഫിൻ്റെ തോളിലും കൈവച്ച് വിക്രത്തെ അവിടുന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ജോസഫ് പറയാണ്, എത്രയും പെട്ടെന്ന് വിക്രത്തെ ഇവിടുന്ന് മാറ്റണം, ഇല്ലെങ്കിൽ വാസവൻ അന്വേഷിച്ച് തിരിച്ച് വീണ്ടും വരും. അപ്പം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരെയും അവൻ കൊന്നുകളയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണമെന്ന് പറയുകയാണ്. വേദ ഇടയ്ക്ക് വിക്രം വിക്രം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ വിക്രത്തിനാണെങ്കിൽ വേദന കാരണം സഹിക്കാൻ വയ്യ. അങ്ങനെ ജോസഫും വേദയും കൂടെ വിക്രത്തെ പിടിച്ച് ഒരു കാറിലേക്ക് കയറ്റുന്നുണ്ട്. അങ്ങനെ വിക്രത്തെ അവിടുന്ന് മാറ്റുകയാണ്. കാലിൽ ബുള്ളറ്റ് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ബുള്ളറ്റ് എങ്ങനെയെങ്കിലും നീക്കം ചെയ്യണം. അവസ്ഥയിൽ ഹോസ്പിറ്റലിലേക്ക് നേരെ കൊണ്ടുപോകുന്നത് ആപത്താണെന്ന് വേദയ്ക്കറിയാം. അപ്പം ജോസഫ് പറയുന്നുണ്ട്, ഇപ്പം ഇങ്ങനെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ അവസരത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കാനും പറ്റത്തില്ല. ഈ ബുള്ളറ്റ് എടുക്കണ്ടേ എന്ന് ജോസഫ് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയാണ്, അതിന് ഞാൻ ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, കൂട്ടുകാരിയെ ഞാൻ വിളിക്കാം എന്ന് പറയാണ്. ഒരു ഡോക്ടർ, അവളോട് ചോദിച്ചിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വേദയാണെങ്കിൽ ഉടനെ ഇഷിതയെ വിളിക്കുകയാണ്. ഇഷിതയെടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബുള്ളറ്റ് കൊണ്ട് കാര്യവും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. എങ്ങനെയെങ്കിലും ഇത് എടുത്തില്ലെങ്കിൽ ശരിയാകത്തില്ല. വിക്രത്തിന് വേദന കാരണം സഹിക്കാൻ വയ്യാന്നും ഇഷിതയെടുത്ത് പറയുന്നുണ്ട്. ഇഷിത പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ബുള്ളറ്റ് നീക്കം ചെയ്യണം. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇഷിത പറഞ്ഞു കൊടുക്കുകയാണ് വേദയെടുത്ത്. അങ്ങനെ വാസവൻ തിരിച്ചു വരുന്നതിന് മുമ്പ്, അവിടെയൊക്കെ അന്വേഷിച്ച് വീണ്ടും വരുന്നതിന് മുമ്പ് തന്നെ വേദ വിക്രത്തെ അവിടുന്ന് മാറ്റുകയാണ്.